നമ്മുടെ വീടുകളിലൊക്കെ റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജ് വളരെ കോമൺ ആയിട്ട് എന്നോട്ടാണ് വരാൻ തുടങ്ങിയത്. ലേറ്റ് 90s ഫ്രിഡ്ജ് നമ്മുടെ വീടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അതൊരു ലക്സറി അപ്ലയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസൊക്കെ ഈ ഫ്രിഡ്ജ് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റേഴ്സ് ഫ്രിഡ്ജ് നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒരുപാട് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് 2000 തുടക്കത്തിലും അതുപോലെ തന്നെ ലേറ്റ് 90s അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പൈസ ഫ്രിഡ്ജ് കമ്പനികളിൽ നിന്ന് ഒരുപാട് പൈസ ഇൻവെസ്റ്റേഴ്സ് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരൊരു ആവറേജ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ആവറേജ് ഇൻവെസ്റ്റേഴ്സാണ് ഫ്രിഡ്ജ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കും, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ എവിടാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയാം. ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റേഴ്സ് എവിടാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്? അവർ ഇൻവെസ്റ്റ് ചെയ്തത് പെപ്സിയും കൊക്കക്കോളയും പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികളിലാണ്. അപ്പോൾ ഞാനിവിടുത്തെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഗവൺമെൻറ് EV സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഡൽഹി NCRൽ 2 വീലറും 3 വീലറും ഇപ്പോൾ കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പതുക്കെ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് നിയർ ഫ്യൂച്ചറിൽ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഈ EV സെക്ടറിൽ ഒരു ബൂം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ EV വെഹിക്കിൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ചാർജിങ് സ്റ്റേഷനുകളുണ്ട്, ലിത്തിയം അയൺ ബാറ്ററീസ് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്, അതിൻ്റെ സ്പെയർ പാർട്സുകളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും യഥാർത്ഥത്തിൽ ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്.